എല്ലാ ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു പോയിൻ്റാണ് എങ്ങനെയാണ് ഫ്രഷറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫ്രഷറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് 2 ഇയർ എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഫ്രഷറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, നമ്മൾ പഠിച്ചു, എഡ്യൂക്കേഷൻ കഴിഞ്ഞു, നമ്മൾ കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്തു, നമുക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ മുതലാണ് അവർ കാൽക്കുലേഷൻ ചെയ്യുക. 2023 ഡിസംബറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചോ, നമ്മുടെ ഈ രജിസ്ട്രേഷനും ലൈസൻസൊക്കെ കിട്ടാൻ 6 മാസത്തോളം സമയമെടുക്കും. ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 23 ഡിസംബറാണ് നമ്മുടെ കാൽക്കുലേഷനിൽ വരുന്നത്. 23 ഡിസംബർ മുതൽ 25 ഡിസംബറിനുള്ളിൽ നമുക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് UAE ജോലിക്ക് കയറാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 ഇയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് 2 ഇയർ ഗ്യാപ്പ് എഡ്യൂക്കേഷനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വിത്തൗട്ട് എക്സ്പീരിയൻസിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഫ്രഷർ കാറ്റഗറി എന്ന് പറയുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോസസ്സിങ് ചെയ്തിട്ട് വന്ന കുട്ടികൾക്ക് ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തേക്ക് ഇങ്ങോട്ട് വരാനായുള്ള ഈ പ്രോസസ്സിങ് ചെയ്യാനോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫ്രഷർ എന്നൊരു ആനുകൂല്യം നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. പിന്നെ ലേറ്റസ്റ്റ് 2 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ജനറൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ് 2 ഇയർ അതിന് മുകളിൽ വർക്ക് ചെയ്യുകയും അതിനുശേഷം BSc നേഴ്സിംഗ് പഠിക്കുകയും ചെയ്യും. അങ്ങനെ BSc നേഴ്സിംഗ് പഠിച്ചിട്ട് പിന്നെ അവർ ഫ്രഷറായിട്ട് അപ്ലൈ ചെയ്താൽ അതിനെ അവരൊരു ഫ്രഷർ എഡ്യൂക്കേഷനായിട്ട് കൂട്ടില്ല. അതൊരു ഹയർ സ്റ്റഡീസ് ആയിട്ടാണ് അവർ ഇവിടെ UAE ഗവൺമെൻറ് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഇയറിൻ്റെ ഗ്യാപ്പ് വന്നിട്ട് പിന്നെ നമ്മൾ 2 ഇയറിൻ്റെ ഒരു പോസ്റ്റ് BSc ചെയ്താലും നമുക്ക് ഫ്രഷറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോയിന്റിൽ നമ്മൾ 2 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് 2 ഇയർ എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് 2 ഇയറിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ അതായത് 2024 നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, 2024 ഡിസംബറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടിയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രഷറായിട്ട് വിത്തൗട്ട് എക്സ്പീരിയൻസിൽ ചെയ്യാൻ പറ്റും. അത് നേഴ്സുമാർക്കുള്ളൊരു സ്പെഷ്യൽ ഓപ്ഷനാണ്. നേഴ്സുമാർക്കും ഡെൻ്റൽ അസിസ്റ്റൻറ്റിനും ലാബ് ടെക്നീഷ്യനുമാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നേഴ്സുമാർ അത് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാറുണ്ട്. അവർക്ക് വിത്തൗട്ട് എക്സ്പീരിയൻസിൽ ഫ്രഷറായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും.